Assalamu alaikum. Hi, my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today also we can start the class with dua for knowledge. Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. Today we can continue the lesson 6 inshallah. Lesson 6 നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചൊക്കെ മാം പഠിപ്പിച്ചായിരുന്നു. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ കൗണ്ടബിൾ നൗൺസ്? എന്താണ് കൗണ്ടബിൾ നൗൺസ്? ആർക്കൊക്കെ അറിയാം കൗണ്ടബിൾ നൗൺസ് എന്തെന്നാണെന്ന്? കഴിഞ്ഞ ക്ലാസ്സിൽ മാം പഠിപ്പിച്ചില്ലേ? എന്തെന്നാ പഠിപ്പിച്ചത്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസ് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? വാട്ട് ഡു യു മീൻ ബൈ കൗണ്ടബിൾ നൗൺസ്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കുറേ പൂക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? ഫ്ലവേഴ്സ് വി ക്യാൻ കൗണ്ട്. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫ്ലവർ ഇസ് എ കൗണ്ടബിൾ നൗൺ. അങ്ങനെയാണെങ്കിലേ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിനെ എണ്ണാൻ പറ്റുമോ? No, we cannot count water. So what we say, we will fix this water in the category of uncountable nouns. അപ്പോൾ അതിനെ അൺകൗണ്ടബിൾ നൗൺ എന്ന ഗ്രൂപ്പിലോട്ട് നമ്മൾ ഇട്ടു. ഓക്കെ, അപ്പോൾ കൗണ്ടബിൾ നൗൺസോ അൺകൗണ്ടബിൾ നൗൺസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഇന്ന് എന്തെന്നാണെന്ന് നമുക്ക് നോക്കാം. All of you please take your textbook and open page number 5. Page number 5 ആണ് ഇന്ന് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, note that it is incorrect to say I picked one rice or I picked rices. We say I picked a grain of rice. അപ്പോൾ ആദ്യം മിസ് ഇവിടെ എഴുതി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. I picked one rice. I picked rices. I picked a grain of rice. ഇവിടെ 3 കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഐ ഹാവ് റിട്ടൺ 3 things here. First, but saying the same fact. പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. I picked one rice. ഞാൻ ഒരു അരി എടുത്തു. I picked rices. ഞാൻ അരികൾ എടുത്തു. I picked a grain of rice. ഞാൻ ഒരു അരിമണി എടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ എന്തെന്നാ പറയുന്നത്? നമ്മൾ ഓരോന്നും പറയുന്നതിന് ഓരോ രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ റൈസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം അത് കുറേ ഉണ്ട് അല്ലേ? റൈസ് ഇപ്പോൾ എത്ര ഇന്നിപ്പോൾ വീട്ടിൽ നിങ്ങളുടെ റൈസ് വെച്ചു അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നും പറയുന്നത് ഓരോ രീതിയിലാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് പറയേണ്ടത്? ഐ പിക്ഡ് വൺ റൈസ്, ഞാനൊരു അരി എടുത്തു. അങ്ങനെ ഐ പിക്ഡ് 1 rice 2 rice 3 rice അങ്ങനെയാണോ പറയണ്ടേ? അല്ല. അങ്ങനെയാണ് ചോദിക്കും ഐ പിക്ഡ് 1 2 ഒന്നും പറഞ്ഞില്ല. ഇവിടെ എന്തെന്നാ പറയുന്നത്? റൈസസ് എന്ന് പറയുമ്പോഴത്തേനും പ്ലൂറൽ ഫോമിലോട്ടാക്കി അല്ലേ? റൈസിൻ്റെ പ്ലൂറൽ ഫോമാണ് റൈസസ്. അപ്പോൾ റൈസസ് എന്നുള്ള പ്ലൂറൽ ഫോമിലോട്ടാക്കി. അങ്ങനെ പറയാമോ? നോ, അങ്ങനെയും പറയാൻ പാടില്ല. പിന്നെ അവരെന്തെന്നാ പറയുന്നത്? നിങ്ങളിതേ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു എന്ന്? ഐ പിക്ഡ് എ ഗ്രെയിൻ ഓഫ് റൈസ്. I picked a grain of rice. So how should you explain this? You have to use a group of words such as a grain of rice. Okay, and you are not allowed to say simply that I picked one rice and I picked rices. Okay, so these 2 sentences are wrong. ഇത് രണ്ടും wrong ആണ്. ഇതിൻ്റെ യൂസേജ് തെറ്റാണ്. ഇതാണ് കറക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റൈസ് എടുത്തു എന്ന് പറയേണ്ടത്? സോ ഹൗ വി വിൽ സേ ദാറ്റ്? How can we say in English this is the way? Okay, these 2 ways are wrong. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കരുത്. റൈസിനെ കുറിച്ച് പറയുമ്പോൾ ഐ പിക്ഡ് 1 rice, that is wrong. Or else if you are adding plural also, that is wrong. I picked rices, അതും തെറ്റാണ്. How I picked a grain of rice, we have to follow this way. I picked a grain of rice. Did you understand? Then what? Similarly, we don't say there is one hair on the floor or there are many hairs. We say there is a strand of hair on the floor or there are some strands of hair. Okay, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വേറെ എന്ത് പറയുന്നതും ഹെയറിനെ കുറിച്ച് പറയുന്നത്. We know that hair, what we have on the head, we cannot
കൗണ്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോഴത്തേനും ഹെയറിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇപ്പം തറയിൽ കുറച്ച് ഹെയർ കിടക്കുന്നു എന്ന് കരുതുക. ജസ്റ്റ് ഇമാജിൻ ദർ ആർ സം ഹെയർസ് ഓൺ ദ ഫ്ലോർ. ഓക്കെ, ആർക്കെങ്കിലും മുടി എങ്ങാനൊക്കെ താഴെ വീണ്, നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് താഴെ വീഴില്ലേ, അപ്പോൾ ഇതിന് എന്തെന്നാ പറയുക, ദർ ഇസ് വൺ ഹെയർ ഓൺ ദ ഫ്ലോർ, അങ്ങനെയാണോ ഒന്ന് പറയുക? There is one hair on the floor. There is one hair on the floor. പിന്നെയോ, പിന്നെ എന്തെന്നായിരുന്നു പറഞ്ഞത്? There is one hair on the floor. പിന്നെ പറഞ്ഞത് there are many hairs. There are many hairs. Okay, there are many hairs. പിന്നെന്ത് പറഞ്ഞു? There are some strands of hair. അല്ലെങ്കിലോ we say there is a strand of hair on the floor. There is a strand. ആ വാക്ക് കണ്ടോ? strand of hair on the floor. There is a strand of hair on the floor, or there are some strands of hair. There are some strands of hair. Okay, അപ്പം നോക്കിയേ, there is one hair on the floor. അപ്പം നിങ്ങൾ പറയാ ദേ ഒരു മുടി അവിടെ കിടക്കുന്നു എന്ന് ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് മലയാളത്തിൽ പറയാം, ദേ മുടി അങ്ങനെയൊക്കെ നമ്മൾ പറയും. ബട്ട് ഇൻ ഇംഗ്ലീഷ് വി ഹാവ് ടു സേ ഇൻ എ പർട്ടിക്കുലർ വേ, ലൈക്ക് there is one hair on the floor. that usage is completely wrong. അതെന്ന് പറയുന്നത് തെറ്റാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറയരുത്. ഓക്കെ, there is one hair on the floor, the usage is wrong. Okay, and next, there are many hairs. There are many hairs, that's also wrong. Then you can say like this. എങ്ങനെ പറയാം നിങ്ങൾക്ക്? There is a strand of hair on the floor. എങ്ങനെ പറയാം? A strand of hair. Okay, there is a strand of hair on the floor. അതുപോലെ there are some strands of hair. ഇങ്ങനെ പറയാം. There is a strand of hair on the floor. അല്ലെങ്കിലോ there are some strands of hair. Okay, അപ്പോൾ എങ്ങനെ പറയുന്നത്? നമ്മൾ പറയുന്നത് we say there is a strand of hair on the floor, or there are some strands of hair. Observe the form of the uncountable noun in each. Uncountable nouns do not generally take a plural form. For example, there is sand on the floor. This means that there are many grains of sand on the floor. Okay, okay, so അപ്പോൾ നമ്മൾ പറയാണ്, അപ്പോൾ അരിമണികൾ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ, അരിമണിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഒരു അരി അങ്ങനെയല്ല എടുക്കും, നമ്മൾ കുറേ അരി ഉണ്ട്. അപ്പോൾ അരിമണികൾ കുറേ അരി ഇരിക്കുമ്പോഴത്തേനും അതിൽ നിന്ന് ഒരു അരി എടുത്തു, രണ്ടരി എടുത്തു എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. പിന്നെന്താ പറയുന്നത്? എന്തെന്നാ പറയുന്നത്? ഗ്രെയിൻ ഓഫ് റൈസ് എന്നാണ് പറയേണ്ടത് അല്ലേ? ഗ്രെയിൻ ഓഫ് റൈസ് എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അൺകൗണ്ടബിൾ നൗൺ ആണ്. അങ്ങനെ അൺകൗണ്ടബിൾ നൗൺ ആകുമ്പോഴത്തേനും എന്തെന്നാണ് നമുക്ക് ചുമ്മാ അങ്ങ് ഹെയർ എന്നും പറഞ്ഞ് പറയാൻ പറ്റില്ല. ആ ഹെയറിൻ്റെ കൂട്ടത്തിൽ മറ്റേ എന്തെന്നാ റൈസിന് നമ്മൾ എന്തെന്ന് ആഡ് ചെയ്തത്? ഗ്രെയിൻ എന്ന് പറഞ്ഞു അല്ലേ? ഗ്രെയിൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. വൈ? ബിക്കോസ് റൈസ് ഈസ് അൺകൗണ്ടബിൾ നൗൺ. റൈസ് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് നമ്മൾ ആ നൗണിൻ്റെ കൂട്ടത്തിൽ ഗ്രെയിൻ എന്ന് കൂടി ചേർത്തു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹിയർ ദ ഹെയർ ഈസ് അൺകൗണ്ടബിൾ. ഹെയർ എന്ന് പറഞ്ഞത് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് ഹെയറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? സ്ട്രാൻഡ് എന്ന് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ വേറെ ഏതൊരു വേർഡാണ് ആഡ് ചെയ്തത്? സ്ട്രാൻഡ് എന്ന് ആഡ് ചെയ്തു. സോ സ്ട്രാൻഡ് ഓഫ് ഹെയർ എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ സാൻഡ് ഉണ്ട്. സാൻഡ്, വാട്ട് യു മീൻ ബൈ സാൻഡ്? സാൻഡ് എന്ന് പറഞ്ഞാൽ മണലല്ലേ? സാൻഡ് എന്ന് പറഞ്ഞാൽ മണൽ. ക്യാൻ യു കൗണ്ട് ദാറ്റ് സാൻഡ്? നിങ്ങൾക്ക് ആ സാൻഡിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വീടിന് മുറ്റത്ത് കിടക്കുന്ന മണലുണ്ടല്ലോ, മണ്ണ്, അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? എണ്ണാൻ പറ്റുമോ?
ന്യൂ. അപ്പം അങ്ങനെ വരുമ്പോഴും സാൻഡ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? അൺകൗണ്ടബിൾ നൗൺ. അങ്ങനെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമുക്ക് ചുമ്മാ സാൻഡിനെ സാൻഡ് എന്നും പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സാൻഡ് ഞാൻ അതെടുത്ത് ഒരു പിടി മണ്ണെടുത്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, സാൻഡ് അവിടെ മണ്ണ് കിടക്കുന്നു, ചുമ്മാ സാൻഡ് കിടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പകരം എന്താണ് പറയേണ്ടത്? there is sand on the floor എന്ന് പറയില്ല. എന്താണ് there is sand on the floor എന്ന് പറഞ്ഞാൽ എന്താണ്? there are many grains of sand on the floor. many grains of sand എന്നാണ് അർത്ഥം. സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒരുപാട് ഗ്രെയിൻസ് ഉണ്ട്. ഗ്രെയിൻസ് ഓഫ് സാൻഡ് ആണല്ലേ, ഗ്രെയിൻസ് ഓഫ് സാൻഡ്. അപ്പോൾ ഗ്രെയിൻ ഓഫ് റൈസും ഉണ്ട്, ഗ്രെയിൻ ഓഫ് സാൻഡ് ഉണ്ട്, അതുപോലെ സ്ട്രാൻഡ് ഓഫ് ഹെയർ ഉണ്ട്. അങ്ങനെ 3 യൂസേജ് ആണ് അൺകൗണ്ടബിൾ നൗൺ. ഈ 3 വന്നു കഴിഞ്ഞാൽ ആ അൺകൗണ്ടബിൾ നൗണിന് പറയേണ്ട കാര്യങ്ങളും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ മക്കൾ, കൗണ്ടബിൾ നൗൺസ് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് വി ക്യാൻ സേ 1 floor 2 floor ലൈക്ക് ദാറ്റ് വി ക്യാൻ സേ ഈസിലി, നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് അൺകൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിളിൻ്റെ കാര്യം വരുമ്പോഴത്തേന് ചുമ്മാ 1 2 3 പറയാണ്ടേ അതിന് ചേരുന്ന വേറെ കുറച്ച് വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സാൻഡിനും റൈസിനൊക്കെ ആണെങ്കിൽ ഗ്രെയിൻ യൂസ് ചെയ്യും, ഹെയറിനാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? സ്ട്രാൻഡ്. സോ ദീസ് 3 things I have taught you today and I hope that you understood this topic very well. Inshallah we can meet in the next video in the next class with the same topic activity. Inshallah, till then you take care. Assalamu alaikum.